മുരളീധരൻ ഇവിടെ ചതിച്ചിട്ട് പോയതാണ്. നമ്മൾ പറയും മുരളീധരൻ എന്നെ ഈ മണ്ണിൽ ചതിക്കില്ലെന്ന് പറയുമ്പോൾ മുരളീധരൻ ഈ മണ്ണിനെ മാത്രമല്ല അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരെയും കൂടെ ചതിച്ചിട്ടാണ് അദ്ദേഹം വേറെ മെച്ചപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞ് MP ആയിട്ട് മത്സരിക്കാൻ ഇട്ടിട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓർമ്മ ആളുകളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന 2 പ്രാവശ്യം MLA ആയിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു MP-യുടെ സംഭാവന എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തോ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ്, അങ്ങനെ കുറച്ച് 2-3 സ്ഥലങ്ങളിൽ മാത്രം പേര് വെച്ചിരിക്കുന്നതല്ലാതെ നിങ്ങളിൽ ചേക്കേറിയ യുവ MLA എന്നൊക്കെ പറഞ്ഞ് ഒരു PR ഒക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത അയാൾ നടക്കുന്നതാണ്. ഒരു ഹൈപ്പിൽ നടക്കുന്നതാണ്. നേർബ്രോ എന്ന് പറഞ്ഞ് മനസ്സിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി കോവിഡിന്റെ സമയത്ത് അത് തുടർന്ന് വീണ്ടും MLA ബ്രോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ PR കുറിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതും വികസനം എന്ന് പറഞ്ഞ് കുറെ കണക്ക് പറയുന്നതല്ലാതെ വികസനത്തിന് നേരെതിരായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അഴിമതി കാണിച്ചതിന്റെ 100 കണക്കിന് തെളിവുകൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. പണ്ട് മേയറായിരുന്നപ്പോഴുള്ള കിച്ചൺ ബില്ല് വാങ്ങിയതടക്കം പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വട്ടിയൂർക്കാവ് ഏരിയയിൽ തന്നെ ഉണ്ട്. വലിയൊരു കുളം ഉണ്ടായിരുന്നത് മുഴുവൻ അടച്ചു കെട്ടി സ്വിമ്മിംഗ് പൂൾ ആക്കാൻ ഒരു ശ്രമം നടത്തി 7 കോടി 8 കോടി രൂപ ചെലവാക്കി അത് മുഴുവനും പായൽ കയറി കാട് പോലെ കൊതുക് വളർത്തൽ കേന്ദ്രമായിട്ട് കിടക്കുന്നു. അത് ക്ലീൻ ചെയ്യാൻ പോലും ആളുകൾക്ക് അവസ്ഥയിൽ പ്രവേശനം കാണാൻ 4 വശവും കെട്ടി അടച്ചിരിക്കുക. ഇങ്ങനെ ഒരു വികസനം ആർക്ക് എന്ത് ഗുണമാണ് ചെയ്യുക? നമ്മുടെ മോദിജി തെറി വിളിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ ഇവിടുത്തെ നിർമ്മലാ സീതാരാമൻ എന്താണ് ആമയുടെ ഉടമസ്ഥത ഏറ്റെടുത്തോ, ആമ മുട്ടകളുടെ ഉപജ്ഞാതാവാണോ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കും. നമ്മള് പൊതുവെ എല്ലാ BJP പ്രവർത്തകരെ കുറിച്ചും BJP കാൻഡിഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ വളരെ വല്ലാതെ അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പൊ ഫോണിൽ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വട്ടിയൂർക്കാവിൽ നമുക്കറിയാം ശ്രീലേഖ മാമിന്റെ ഒരു വലിയൊരു സാന്നിധ്യം അത് തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ തിരഞ്ഞെടുപ്പ് വോട്ട് പ്രചാരണം അതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളോടൊപ്പം ഇപ്പോ ശ്രീലേഖ മാമുണ്ട്. ഞാൻ പറയായിരുന്നു ഇപ്പോ ശക്തമായിട്ടുള്ള പോരാട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തുടങ്ങിയതുപോലെ തന്നെ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. മാമിന്റെ പേര് കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രചാരണം, അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ? പ്രചാരണം നല്ല ഊർജമായിട്ട് വളരെ ഊഷ്മളമായി വളരെ സന്തോഷത്തോടു കൂടി നടക്കുന്നുണ്ട്. വിവാദങ്ങളൊന്നും അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല എന്നെ. അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല. വിവാദങ്ങൾ എന്ന് പറയാൻ ഇപ്പം കഴിഞ്ഞ ദിവസം മാമിനെ ഒരു പത്രം പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ചിലരൊക്കെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതൊരു കൺസേർട്ടഡ് അറ്റംപ്റ്റ് ആണ്, വിവാദമല്ല. എന്നെ മോശമാക്കി കാണിക്കാനായിട്ട് ഇപ്പൊ അവർക്ക് എന്തും ചെയ്യാമല്ലോ. ഞാൻ പറയുന്ന എന്തും അവർക്കതൊരു പരിങ്ങി ശ്രീലേഖ പരിങ്കലിൽ ഈ ഒരു ചോദ്യം കുട്ടികൾ ചോദിച്ചപ്പോ കാൻഡിഡേറ്റിന് ഉത്തരമില്ലാതായി എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ബിറ്റ്സ് എടുക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ ചോദ്യം കേട്ടപ്പോ പല ചോദ്യം കേട്ടപ്പോഴും നമ്മള് ഇങ്ങനെ ഞെട്ടുമല്ലോ. നമ്മുടെ മോദിജി തെറി വിളിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ ഇവിടുത്തെ നിർമ്മലാ സീതാരാമൻ എന്താണ് ആമയുടെ ഉടമസ്ഥത ഏറ്റെടുത്തോ, ആമ മുട്ടകളുടെ ഉപജ്ഞാതാവാണോ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മള് മുഖമൊക്കെ മാറില്ലേ. അപ്പൊ അതിന്റെയൊക്കെ അവര് ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജീവ്ജിയെ കുറ്റം പറഞ്ഞു, പൊതുവെ എന്നെയും മോശമായിട്ട് സംസാരിച്ചു. പൊതുവെ എല്ലാ BJP പ്രവർത്തകരെ കുറിച്ചും BJP കാൻഡിഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ വളരെ വല്ലാതെ അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പൊ ഫോണിൽ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആയപ്പോഴൊക്കെ ഒരു അത് എനിക്കൊന്ന് പറയണമല്ലോ, ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെ ഒരു സാധനം നടന്നു എന്നുള്ളത്. ഇത് വട്ടിയൂർക്കാവിൽ BJP ജയിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് നടന്നൊരു പ്രവർത്തനം തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഒരു പ്രയാസം ഉണ്ടാവാതെ പോയി. കാരണം അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. അപ്പൊ അതുകൊണ്ട് അവർ പേടിയുടെ പുറത്താണ് ഇങ്ങനെ ഇതുപോലുള്ള കഥകള് പറയുന്നത്. ഒരു വശത്തുനിന്ന് UDF പറയുന്നു ഒരു ഡീലുണ്ടെന്ന് പറയുന്നു, മറുവശത്തൂടെ ഇവര് മറ്റു കാര്യങ്ങള് പ്രചരിപ്പിക്കുന്നു, ഒരു കഥ മെനയാൻ ശ്രമിക്കുന്നു, നമ്മുടെ പോസ്റ്റേഴ്സും ഫ്ലാഗും ഒക്കെ വലിച്ചു കീറുന്നു, നശിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോ എന്താ നമ്മള് കരുതേണ്ടേ? എന്തായാലും ഈ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇപ്പൊ പറയുന്നത് പോലെ വികസനം, ഒരു വശത്ത് വികസനം കൊണ്ടുവരുന്നു പറയുന്നു, മറുവശത്ത് വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണമാണല്ലോ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരത് എന്നുള്ളത് അവരും കൂടെ ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് വികസനം എന്നുള്ളത് ഇപ്പൊ എല്ലാവരുടെയും വാക്കായി മാറിയല്ലോ.
ആദ്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ വികസിത ഭാരതം വികസനം വേണം എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ്. ആ വികസനമാണ് നമ്മൾ BJP നയിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നത്. അപ്പൊ അത് ഇവിടെ വരും എന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വികസനം കൊണ്ടുവരും. നമ്മളിപ്പോ കോർപ്പറേഷൻ പിടിച്ചെടുത്തത് പോലും വികസിത അനന്തപുരി, വികസിത കേരളം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളുടെ മുദ്രാവാക്യങ്ങളിൽ മൂന്നെണ്ണം ഉള്ളതിൽ വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണമാണ്. അപ്പൊ ആ വികസിത കേരളം ഇവർക്ക് അങ്ങോട്ട് പിടിച്ചു. അതുകൊണ്ട് അവരത് വികസിതം അവരുടേതാക്കി മാറ്റി. ഇപ്പം അവിടെ വികസനം നടത്തി, ഇവിടെ വികസനം നടത്തി, അത് നടത്തും ഇവിടെ നടത്തും എന്നൊക്കെ പറയണം. പക്ഷെ ഇത് ഇതുവരെ ആൾക്കാർക്കാർക്കും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ നാളായി. ഇന്നിപ്പോ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോ VK പ്രശാന്ത് വന്നാൽ വികസനം നടത്തുമെന്ന് കുറച്ച് ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് പ്രധാനമായിട്ട് പറയുന്നത് ആ വട്ടിയൂർക്കാവിലെ ആ ഒരു കെട്ടിടമൊക്കെ പൊളിച്ച സംഭവമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട് ആള് 7-8 വർഷമായിട്ട് ചെയ്തില്ല? അപ്പോഴും പറഞ്ഞ വികസനം ഇപ്പൊ 8 വർഷം കഴിഞ്ഞ് ഇനി അടുത്ത 8 വർഷമോ 5 വർഷമോ ചെയ്യുവോ? കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 7.5 വർഷം 8 വർഷമായിട്ട് ആളുടെ കയ്യിലായിരുന്നല്ലോ ഈ അധികാരം എന്ന് പറയുന്നത്. ആളായിരുന്നല്ലോ ഇവിടുത്തെ MLA. അപ്പൊ ഈ പൊളിച്ചിട്ടാൽ മാത്രം പോരല്ലോ, കെട്ടണ്ടേ? ഇപ്പൊ എന്തായാലും വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ്. ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ്. സന്തോഷം, വളരെ സന്തോഷം. വിജയാശംസകൾ. എന്തായാലും മാമിനെ കാണാൻ വന്ന കുറച്ച് ആളുകൾ കൂടെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് കൂടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്പോ എന്താണ് ഇപ്പോ ശ്രീലേഖ മാം വന്ന് ഒരു വിശ്വാസം നൽകുമ്പോൾ തോന്നുന്നത്? BJP തന്നെ വരുമെന്നാണോ? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ല. വട്ടിയൂർക്കാവിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി മാറി മാറി വന്ന പാർട്ടികൾ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. വികസനം എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കാത്തു. ഞങ്ങൾ വട്ടിയൂർക്കാവ് വികസനത്തിന് വേണ്ടിയിട്ടൊരു സമരം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അത് പ്രശാന്ത് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഭരണം അദ്ദേഹത്തിൻ്റെയിലായിരുന്നു. ഈ കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് പറഞ്ഞു പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് BJP വരുമെന്ന്. കാര്യം ഞങ്ങൾ വേറൊരു സൈഡിൽ രാഷ്ട്രീയമില്ലാതെ പൊതുവായിട്ട് വികസനം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോ ഞങ്ങൾ ഈ ശ്രീലേഖ മേഡം വരും ചെയ്യും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 തവണയും VK പ്രശാന്തിന് വിശ്വാസം അർപ്പിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എന്നാണ് പറഞ്ഞത്. 100% കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു, എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം വേറെ രീതിയിലാണ് പോയെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. പക്ഷെ ഇനി വികസനം കൊണ്ടുവരാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഇപ്പോൾ ശ്രീലേഖ മേഡത്തിന് വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടു പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഒരു പ്രതീക്ഷ? ഈ വട്ടിയൂർക്കാവിൽ BJP തന്നെയാണോ? തീർച്ചയായിട്ടും വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ സമൂഹത്തിന്റെ ജയിക്കും. സമൂഹത്തിന്റെ ഇതില് കാറ്റ് വീശാതിരുന്ന തീർച്ചയായിട്ടും ജയിക്കണം. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ വന്നാൽ വലിയൊരു മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ചെറുതിലെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നുവെച്ചാൽ എല്ലാം നല്ല സ്ട്രെയിറ്റ് ഫോർവേഡാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒന്നുമില്ലെങ്കിലും പടയണി റോഡിലെ പടയണിയുടെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. എത്രയോ നാളായിട്ട് അത് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കാട് കയറി അതൊരു നീന്തൽ കുളമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് പിന്നെ ഇപ്പോ അത് വീണ്ടും തുറന്നിട്ട് ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് പിന്നെ ക്ലീൻ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരാനുണ്ട്. അത് വരും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ശ്രീലേഖ മാമിലൂടെ അതൊക്കെ സാധ്യമാകും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മത്സരം നടക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് ശ്രീലേഖ മാം വരികയാണെങ്കിൽ വലിയൊരു പ്രതീക്ഷയാണ്. വികസനം തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം.